മറ്റേ അന്വേഷണത്തിന് പോലീസ് ഏൽപ്പിച്ചു. തൃപ്രയാർ 4 കൊല്ലമായി മോഷണം നടന്നിട്ട് കാര്യമായിട്ടൊന്നും പോയിരുന്നില്ല. അതുകൊണ്ട് അന്വേഷണം എപ്പോഴും എവിടെ എത്തിയില്ല. അത് ഭഗവാന്റെ സ്വർണ്ണത്തടമ്പോ വെള്ളിത്തടമ്പോ അങ്ങനെയൊക്കെ കൂടി ഒരു 1.5 കോടി ഉറുപ്പിയുടെ മുതലേ പോയിട്ടുള്ളൂ. കാര്യമായിട്ടുള്ളതൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് 4 കൊല്ലം അന്വേഷിച്ചിട്ട് എവിടെ എത്തിയില്ല. പക്ഷേ പള്ളിക്കാർ മോഷണം ഏൽപ്പിച്ചപ്പോണ്ടല്ലോ ചുവന്ന കുട്ടികളായി ഒരാഴ്ച കൊണ്ട് പ്രതിയെ പിടിച്ചു, തൊണ്ടി മുതലും പിടിച്ചു. കാരണം പോയത് വില പിടിച്ച വസ്തുവാണ്. വില ഏറിയതല്ല, വില പിടിച്ച വസ്തുവാണ്. അത് സ്വർണ്ണമല്ല, വെള്ളിയല്ല, വജ്രമല്ല, വൈഡൂര്യമല്ല, ഒന്നുമല്ല. അതൊരു ടവലായിരുന്നു. അവിടെ നിന്ന് മോഷണം പോയതൊരു കോട്ടൺ ടവലായിരുന്നു. ഇവിടെ നമ്മുടെ ഹോട്ടൽ മുറികളിൽ ഇഷ്ടമായി വെച്ചിട്ടുള്ള പോലെ ഒരു കൊച്ചു ടവലായിരുന്നു. പക്ഷെ അതല്ല, ഇത് വളരെ വിലയേറിയ വസ്തു. കാരണം ക്രിസ്തീയ സഹോദരന്മാരുടെ വിശ്വാസം അനുസരിച്ച് അത് വെറും ഒരു ടവലല്ല. 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശുദേവനെ കുരിശിലേറ്റിയപ്പോൾ യേശുദേവന്റെ രക്തവും വിയർപ്പും തുടയ്ക്കാൻ ഉപയോഗിച്ച ടവലാണത്രേ മാപ്രാണം പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ളതായിക്കോട്ടെ. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു ഭക്തന് മനസ്സമാധാനം കിട്ടിയെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഒരു പാറയിൽ ഒരു കാൽപ്പാദം കണ്ട ശ്രീരാമചന്ദ്രൻ്റെയാന്ന് നമ്മളോട് ഗൈഡ് പറഞ്ഞു തന്നാൽ നമ്മൾ തൊട്ട് രാമ 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 പായും. അവിടെ നമുക്കൊരു സുഖം കിട്ടുമോ? നമ്മളവിടെ കാർബൺ 14 പരീക്ഷണം നടത്താൻ പോണില്ല. ശ്രീരാമചന്ദ്രൻ്റെ വന്നിട്ടുണ്ട് ഒന്നുമില്ലാവും. രാമൻ്റെ കാലെങ്കിൽ രാമൻ്റെ കാലം. നമുക്ക് അതുകൊണ്ടൊരു മനസ്സമാധാനം കിട്ടും. അതുപോലെ ഇത് യേശു ക്രിസ്തുവിൻ്റെ രക്തവും വിയർപ്പും തുടക്കുക എന്ന് വിചാരിച്ചാൽ അവർക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ യുക്തിവാദിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ശാസ്ത്ര സാഹിത്യ വർഷത്തേറിന് അങ്ങനെ വിടാൻ പറ്റുമോ? മകരവിളക്ക് ചോദിച്ച മാതിരി അവർക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊരു കേസ് കൊടുത്തു. മിനിമം കേസില്ലെങ്കിലും ടെക്സ്റ്റൈൽസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊരു ഗവേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2000 കൊല്ലമൊക്കെ നിലനിൽക്കുന്ന കോട്ടൺ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഗവേഷണം ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടതാണ്. ടെക്സ്റ്റൈൽ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമായിരിക്കും അത്. 2000 വർഷമായിട്ട് കേടുകൂടാതെ നിൽക്കുന്ന കോട്ടൺ ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ്. പക്ഷേ ടെക്സ്റ്റൈൽ അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ പറയും ഈ നാട്ടുകാരനല്ല. മറ്റേ യുക്തിവാദികളോട് ചോദിച്ചാൽ ഞങ്ങൾ മാവിലായിക്കാരനാണ്, ഞങ്ങൾ പണ്ടേ ഈ നാട്ടുകാരല്ല, വേണ്ടാത്തവർക്കൊന്നും അവർ പോയില്ല. മകരവിളക്കിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന പോലെ എളുപ്പമല്ല മാപ്രാണ പള്ളി കേസിന് പോണത്. ഇനി കേരളം ചരിത്രത്തിലേക്ക് കയറാൻ പോവുക. ചരിത്രത്തിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ഇപ്പോഴേ ഉണ്ട് വാസ്കോഡഗാമയുടെ അല്ലേ കാലുകുത്തി, ആ കുത്തിയോടുകൂടി എന്നാ പിന്നെ പറയണ്ട, പോട്ടെ. എന്നാലും കാലുകുത്തിയ മണ്ണ് കോഴിക്കോട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. ഇനി അടുത്ത ചോദ്യം അതല്ല, അടുത്ത ക്വിസ് കോമ്പറ്റീഷൻ ചോദിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി എവിടെയാണ്? ഉത്തരം എഴുതേണ്ടത് കോഴിക്കോട് എന്നാകും. കാരണം അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ ധനസമാഹരണം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ നാട്ടിലറിഞ്ഞത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി വരാൻ പോകുന്നു. കാന്തപുരം കേന്ദ്രീകരിച്ച് സ്ഥലം കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ സ്കെച്ചായി, പ്ലാനായി, ധനസമാഹരണം തുടങ്ങി. അത് വെറും ഒരു പള്ളിയല്ല, ജുമാ നിസ്കാരത്തിനുള്ളൊരു പള്ളിയല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ വിശുദ്ധ കേശം സൂക്ഷിക്കാൻ പോകുന്ന സ്ഥലമാണത്. മുഹമ്മദ് നബി തിരുമേനിയുടെ വിശുദ്ധ മുടി സൂക്ഷിക്കാൻ വേണ്ടിയാണത്രേ ആ പള്ളി ഉണ്ടാക്കുന്നത്. സന്തോഷം. നമുക്ക് പ്രവേശനമുണ്ട്, നമുക്ക് പോവാം, കാണാം. നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലോ മുടിയിലൂടെയെങ്കിലും നമുക്ക് കണ്ടുപോകാൻ സന്തോഷമുള്ള കാര്യം. നമുക്കിങ്ങനെ സമാധാനിക്കാൻ യുക്തിവാദിക്ക് പറ്റുമോ? ശാസ്ത്ര സാഹിത്യ വർഷത്തുകാരന് പറ്റുമോ? അവരൊരു കേസ് കൊടുക്കണ്ടേ? ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ട് ഇത് നബി തിരുമേനിയുടേത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് മതി ഈ പൊല്ലാപ്പാട് എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം അങ്ങനെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു കേസ് കൊടുക്കണമെങ്കിൽ മിനിമം വക്കീലിന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം. വക്കാലത്ത് പിന്നെ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല, വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം. വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ മലയാളി വലത്തെ കൈ കൊണ്ട് എഴുതി ശീലിച്ചോണ്ട്. അപ്പോൾ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഈ സാധനം ഇവിടെ വേണം. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനെ കാണുന്നിടത്തോളം കാലം ആർക്കെങ്കിലും തോന്നുമോ വേണ്ടാത്ത വല്ല കേസും കൊടുക്കണം എന്നുള്ളത്? കാരണം ഈ കൈ ഇവിടെ ഉണ്ടെങ്കിലേ ഒപ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരനേ അല്ല. ഭഗവാന്റെ ചോദ്യം വീണ്ടും മുഴങ്ങട്ടെ, നിങ്ങൾ രക്ഷിക്കൂ. വസുദേവന്മാരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂ. വിശ്വാസങ്ങൾ അല്ലേ, സമ്പത്ത് എല്ലാം ക്ഷേത്രങ്ങളായിരുന്നു പ്രകൃതിയെയും പരിസ്ഥിതിയെയും നിലനിർത്തിയിരുന്നത്. കാടുകൾ ക്ഷേത്രത്തിൻ്റെതായി നിന്നിരുന്ന കാലത്ത് ഒരു കമ്പൊടിച്ചിട്ടില്ല. നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് സംരക്ഷിച്ചു. വനനിയമം പറഞ്ഞ്, ഭൂപരിഷ്കരണം പറഞ്ഞ് കൃഷിസ്ഥലവും വനവും ഒക്കെ പിടിച്ചെടുത്തു. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞു. കാട് സംരക്ഷിച്ചു, കൃഷിസ്ഥലം സംരക്ഷിച്ചു. ഇപ്പം നമുക്ക് ഭയമാകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1,00,000 കോടി രൂപയുടെ മുതലാണ് വരുമെന്നാണ് പറയുന്നത്. ഇനി ഒന്നും കൂടെ തുറക്കാവുള്ളൂ. ഇപ്പോഴേ 90,000 കോടിയുടെ ആയി കഴിഞ്ഞു. വെറും ഗോൾഡ് മൂല്യത്തിൽ. അതിൻ്റെ ആൻറ്റിക് മൂല്യം ഒന്നും കണക്കാക്കിയിട്ടല്ല, ഗോൾഡ് മൂല്യം മാത്രം നോക്കിയിട്ട് 90,000 കോടി രൂപയുടെ മുതൽ കിട്ടിക്കഴിഞ്ഞു. ഇനി തുറക്കാൻ ഒന്നുകൂടി ഇന്നത്തെ ഈ പത്രം വായിച്ചിട്ടില്ല, തുറന്നോന്നറിയില്ല, വളരെ ബുദ്ധിമുട്ടിക്കണം. അത് ഇതുവരെ തുറക്കാത്ത. അപ്പോൾ ഒരു പക്ഷേ അത് ഇതിനേക്കാൾ എന്തായാലും 1,00,000 കോടിയിൽ കുറയില്ല.
ക്ഷേത്രങ്ങൾ സംരക്ഷിച്ച വനങ്ങൾ ഏറ്റെടുത്ത് സർക്കാർ നശിപ്പിച്ചു. ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിരുന്ന കൃഷിഭൂമികൾ ഏറ്റെടുത്ത് നശിപ്പിച്ചു. ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിരുന്ന ഈ നിധിയും നാളെ ഏറ്റെടുത്ത് നശിപ്പിക്കൂ. നായ്ക്ക് നരിക്കും പറ്റാത്ത കോലത്തിൽ അത് കൊണ്ടുപോയി കളയൂ. തിരുവിതാംകൂർ ക്ഷാമത്തിൽ പെടുമ്പോൾ മാത്രമല്ലാതെ ഇത് ഉപയോഗിക്കരുത് എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കൽപ്പിച്ചിരുന്ന പൊന്നുതമ്പുരാക്കന്മാരുടെ നാട്ടിൽ ഇത് നായ്ക്കും നരിക്കും അല്ലാതെ കളയൂ. ഇന്ന് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഭയം അതാണ്. കാരണം തീരുമാനിക്കാൻ ഞാനോ നിങ്ങളോ അല്ല, ഭക്തരല്ല, സമാജമല്ല. തീരുമാനങ്ങൾ എടുക്കേണ്ടത് രാഷ്ട്രീയമായിട്ടാണ്. കോടതി ഒരു പക്ഷെ സർക്കാരിനോടാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ കോടതികൾ തന്നെ നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. അവിടെ ഏത് രൂപത്തിൽ വരും നിശ്ചയമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം എന്തായാലും ഇന്ന് പരിഭ്രമത്തോടെ നോക്കണത് ഇത് എന്ത് ചെയ്യും, ഈ മുതൽ എന്ത് ചെയ്യും, ഇതും ഇതേമാതിരി നശിപ്പിക്കും. നശിപ്പിക്കാതിരിക്കാനുള്ള കാവലാൽ നമ്മളുണ്ടാകും. വ്യവസ്ഥിതിയെ നിയന്ത്രിക്കാൻ നമ്മുടെ മനസ്ഥിതി കൊണ്ട് നമുക്ക് സാധിക്കും. വ്യവസ്ഥിതിക്ക് മുൻപ് മാറേണ്ടത് മനസ്ഥിതിയാണ്. ഇതൊക്കെ എൻ്റേതാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എൻ്റേതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് 3 മാസം കൊണ്ട് സർക്കാരിനോട് ഏറ്റെടുക്കാൻ പോകും. സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയുടെ വിധി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്യാൻ പറഞ്ഞു. 3 മാസം കൊണ്ട് സർക്കാർ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്തോളാം. തിരുവിതാംകൂർ പത്മനാഭസ്വാമിയുടെ മണ്ണാണ്. തൃപ്പടിദാനം നടത്തിയിട്ട് പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച മണ്ണാണ്. പക്ഷെ കാലം ഒന്ന് തിരിഞ്ഞപ്പോൾ, ഭൂമി ഒന്ന് കറങ്ങി തിരിഞ്ഞപ്പോൾ പത്മനാഭസ്വാമിയെ ജപ്തി ചെയ്തോളാൻ പറഞ്ഞിട്ടുള്ള ഓർഡർ വന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഭഗവാന്റെ വചനങ്ങൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. തീർച്ചയായും ഭഗവാൻ അന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ടല്ല, നമ്മൾക്ക് കർത്തവ്യ ബോധം ഉണ്ടാക്കി തരാം. അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഭഗവാന് വധിക്കാൻ ഉണ്ടായിരുന്നേ ഉള്ളൂ 101 പേര്. പക്ഷെ ഭഗവാൻ വധിച്ചില്ല. ഇത്തരം അർജുനന്മാരുണ്ടാകാൻ പോണു ഇവിടെ, ഉറപ്പ്. അർജുനനെ പോലെ തന്നെയാണ് നമ്മൾ. അർജുനൻ അറിയാം, ചെയ്യേണ്ടതൊക്കെ അറിയാം. അർജുനൻ അതുകൊണ്ടല്ലേ ഇതിന് കയറിയത്, യുദ്ധത്തിന് തയ്യാറായത്. അല്ലാതെ റേഷൻ വാങ്ങിക്കാനല്ലല്ലോ തേര് കയറിയത്, യുദ്ധം ചെയ്യാൻ തന്നെയാണ് കയറിയത്. അപ്പം നന്നായിട്ട് അറിയാം. പക്ഷെ പിന്നെ മനസ്സിൽ അളക്കലും ജനിക്കലും തുടങ്ങി. അല്ല, അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, എനിക്കെന്താ പറ്റുക, അങ്ങനെ എന്താ വിചാരിക്കുക. അവിടെയാണ് നാളെ നമ്മളൊക്കെ ഇങ്ങനെയാണ്, ഒക്കെ ചെയ്യണം എന്നുണ്ട്. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ നമ്മളായിട്ട് എന്തിനാ അതൊക്കെ പറയാൻ പോണത്? വേണ്ട, ഇതൊന്നും നന്നാവില്ല അല്ലേ. എനിക്ക് സന്യസിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, ഇനി എനിക്കിതൊന്നും നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളായിട്ട് എന്തിനാ പുലിവാലിന് പോണത്? അങ്ങനെ ഞാൻ നന്നാകാൻ ആഗ്രഹിക്കുന്ന അർജുനനാണ്. അർജുനൻ സ്വന്തം കാര്യം നോക്കുന്നു, അതല്ല ഒരു പോരാളി. താൻ ചത്തും രാജ്യത്തെ രക്ഷിക്കുന്നവനാണ് പോരാളി. താൻ പാപം ഏറ്റുവാങ്ങിയും രാജ്യത്തെ രക്ഷിക്കുന്നവനാണ് പോരാളി. എനിക്ക് നമ്മൾ ചിന്തിക്കണത് ഞാൻ നന്നാകാം, നല്ല 4 ആളുടെ മുമ്പിൽ അല്ലേ. പിന്നെ അങ്ങനെയൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ സംസാരിച്ച വേദികൾ കിട്ടും, എഴുതിയാൽ അവാർഡുകൾ കിട്ടും. ഞാനായിട്ട് എന്തിനാ പുലിവാലിന് പോണ എന്ന് ചിന്തിക്കുന്ന മനസ്ഥിതി മാറ്റാൻ, ബാക്ക് ഫോഴ്സ് ആകാൻ സംശയിക്കുന്ന അർജുനന്മാർക്ക് കൃഷ്ണോപദേശം പോലെ പുറകിൽ നിന്ന് നമുക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയില്ല. കടൽ കടന്നു വരുന്ന എന്തിനേയും സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. അത് അക്രമിയാണെങ്കിൽ പോലും സ്വീകരിച്ച പാരമ്പര്യം. അപ്പം തീർച്ചയായും കടൽ കടന്നു വരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമാജം, കേരള സമാജം വലിയ വിലയോടുകൂടി സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം അത്തരത്തിലൊരു ബാക്ക് ഫോഴ്സ് ആയിട്ട് പാസ്സാക്കിയിട്ടുണ്ടല്ലോ, വളരെ നല്ലത്. അപ്പം തീർച്ചയായും അത് ഗുണം ചെയ്യും. നാട്ടിലെ പ്രവർത്തിക്കുന്നവർക്കാണ് ഞങ്ങളുടെ പുറകിൽ ആളുണ്ട്. അതാണ് ഏറ്റവും മെയിനായിട്ട്. നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പുറകിലും ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ വലിയ ഗുണം ചെയ്യും. അപ്പം എന്നോട് എൻ്റെ പല സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളും പറയും, ഇപ്പം നിങ്ങൾ ഈ പലരും യൂട്യൂബിൽ നിന്ന് എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് പറയും. പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അതിനടിയിലുള്ള കമൻറ്റുകളും വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരൊക്കെ പറയും, അയ്യോ ടീച്ചറെ, ഇതൊന്നും നിർത്താൻ വല്ല വഴിയില്ലേ, ടീച്ചർക്ക് ഇതൊന്നും വായിക്കുമ്പോൾ നാണം തോന്നണില്ലേ, പേടി തോന്നണില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. കാരണം അതിൻ്റെ താഴെ വളരെ വൾഗറായിട്ടുള്ള. അപ്പം ഞാൻ 2 കാര്യത്തിൽ സമാധാനിക്കും. ഒന്ന്, എനിക്കിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാൻ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല, എനിക്ക് എൻ്റെ ഭാഷയിൽ സംസാരിക്കാറുള്ളൂ. അതുപോലെ എഴുതുന്നവൻ്റെ ഭാഷയത്, വായിക്കുന്നവൻ്റെ ഭാഷയിലല്ല എഴുതുന്നവൻ്റെ ഭാഷയിലാണ്. അപ്പം അവൻ്റെ സംസ്കാരം അതൊന്ന്. എൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല, സംസ്കാരത്തിൽ സംസാരിക്കാൻ. അല്ലെ, പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, നാട്ടിൽ തിരുമേനി ചീത്ത വിളിച്ചത് കേട്ടില്ലേ? അയലൊക്കെക്കാരൻ എന്തോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാണ് ചോദിച്ചത്, പപ്പടം പായസം പൊടിയച്ചി എന്നൊക്കെ പറഞ്ഞാണ് ചീത്ത പറഞ്ഞത്. ഹേയ്, ഇതെന്താ തെറി പറയുന്നത് ഇങ്ങനെയെന്ന് വെച്ചു. ചീത്ത പറയാണ് അപ്പുറത്തന്നെ, പപ്പടം പായസം പൊടിയച്ചി, ഇതെങ്ങനെയാണ് ചീത്തയാവുക വെച്ചപ്പോൾ അവൻ തിന്നണ കാര്യമൊക്കെ അവൻ എന്നെ വിളിച്ചു, പന്നി പോത്ത് എന്നൊക്കെ വിളിച്ചു. ഞാൻ തിന്നണതൊക്കെ അവനെ വിളിച്ചു, പപ്പടം പായസം പൊടിയച്ചി. അപ്പോൾ അവരവരുടെ ഭാഷയിലാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയണം എന്ന് പറയാനുള്ള ഇതില്ല.
പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞു, അത് മുഴുവൻ വായിക്കുമ്പോൾ മനുഷ്യനല്ലേ, മനസ്സിലൊരു ചെറിയ നിഴല് കിടന്നാലും ഒരു ചെറിയ വിഷമം കിടന്നാലും ഒരു വ്യക്തി ഇപ്പം എനിക്ക് തീർച്ചയായും തോന്നുന്നു കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു വ്യക്തി കയ്യിൽ കയറി പിടിക്കുമ്പോൾ ടീച്ചറെ നന്നാണെങ്കിൽ ടീച്ചർ പറഞ്ഞത് ശരിയാ, ഇതെല്ലാം മറന്നുപോകും. ഈ വായിച്ചതെല്ലാം മറന്നു പോകാൻ ഒരു വ്യക്തിയുടെ അത്തരത്തിലുള്ള സ്നേഹപൂർണമായ അഭിനയമല്ല, സ്നേഹപൂർണമായ നമ്മളുമായുള്ള ഒരു ഒറ്റ സംഭാഷണം, ഇതൊക്കെ മറക്കും. അപ്പം അവിടെയാണ് ഞങ്ങൾക്ക് പുറകിലും ആളുണ്ടെന്ന് കേരളീയ സമാജത്തിന്, ഹൈന്ദവ സമാജത്തിന് തോന്നിയാൽ അതൊരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ പോക്ക് സർവനാശത്തിലേക്കാണ്. കേരള മുഖ്യമന്ത്രി പറഞ്ഞു 2020 20 വർഷം കൊണ്ട് കേരളം ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാകും. സത്യമാണ്. അദ്ദേഹം കണക്കുകളുടെ ബലത്തിൽ തന്നെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വഴാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെങ്കിലും സംഗതി സത്യമാണ്. കോഴിക്കോട് സർവകലാശാലയിൽ ക്യാമ്പസിനകത്ത് 135ഓളം ഹിന്ദു കുട്ടികളെ വെച്ചിട്ട് മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിക വിഭാഗം ആഴ്ച തോറും മതപ്രബോധന ക്ലാസ്സുകൾ നടത്തുന്നു. ഹിന്ദു കുട്ടികളെ മാത്രം വെച്ചിട്ട് 135 കുട്ടികൾ LCD പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് എല്ലാ ആഴ്ചയും ആ ക്ലാസ് നടക്കുന്നു. ഇത് മനസ്സിലായത് ഇത്തരത്തിൽ പ്രലോഭിക്കപ്പെട്ട ചേളന്നൂർ നിവാസിയായ കോഴിക്കോട് ഒരു കുട്ടി കോഴിക്കോട് മുഖത്താറ് പോയി മതം മാറി. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു. അതിലാണ് ഇത് വെളിയിൽ വന്നത്. പലതും അറിയാതെ പോയിരുന്നു. പിന്നീടാണ് ഞങ്ങളൊക്കെ ആ വിഷയം ഏറ്റെടുത്തത്. അപ്പം ഞങ്ങളോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കുട്ടികളെന്താ പൊട്ടന്മാരാ? ഞങ്ങളൊരു CD കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കൂടെ പോരാ പൊട്ടന്മാരാ, PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മതത്തിലൊന്നുമില്ല, ഞങ്ങളുടെ മതത്തിൽ പലതും ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾ വരുന്നു, നിങ്ങളെന്ത് കുറ്റപ്പെടുത്തും? ഈ ചോദ്യത്തിന് എന്താ ഉത്തരവുണ്ട്? നമ്മുടെ കുട്ടികൾ മദ്യപാനം അല്ലേ നടത്തുന്നത് ഇപ്പോൾ ഇവിടത്തേക്കാൾ കൂടുതലായിരിക്കും കേരളത്തിൽ ഇലക്ഷന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, ഒരൊറ്റ വാഗ്ദാനം കൊടുത്താൽ മതി, എതിരാളികളുടെ മുഴുവൻ കെട്ടിവെച്ച കാശ് പോകും. 1 ഉറുപ്പ്യക്കോ 2 ഉറുപ്പ്യക്കോ അരി കൊടുക്കാന്ന് പറഞ്ഞാലൊന്നും കേരളത്തിൽ ജയിക്കില്ല. പകരം 1 ഉറുപ്പ്യക്കോ 2 ഉറുപ്പ്യക്കോ വിദേശ മദ്യ റേഷൻ ഷാപ്പിൽ എത്തിക്കുന്നു പറഞ്ഞാൽ സുഖമായിട്ട് ജയിച്ച് കയറാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അത്രമാത്രം മദ്യത്തിൻ്റെ പുറകെ നമ്മുടെ കുട്ടികൾ മദ്യപിക്കണം. പക്ഷെ ആ കുട്ടികളോട് മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെ പറ്റി ചോദിച്ചു നോക്കൂ. അവർ ഉഗ്രൻ എസ്സേ എഴുതും മദ്യപാനത്തിൻ്റെ ദോഷവശം. എഴുതി അതിൻ്റെ ഹാങ് ഓവർ മാറ്റാൻ അവർ പോയി 2 പെഗ് അടിക്കും. മദ്യപാനത്തിൻ്റെ ദോഷം കാരണം കൂട്ടുകൂടുമ്പോൾ അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കൂട്ടുകൂടുമ്പോൾ മദ്യപിക്കുന്നു, കൂട്ടുകൂടുമ്പോൾ മയക്കുമരുന്ന് സേവിക്കുന്നു, മഞ്ഞപ്പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ ബ്ലൂ ഫിലിം കാണുന്നു. കൂട്ടുകൂടുമ്പോൾ ഇതുപോലെ സ്വീകരിക്കേണ്ട ഒന്നാ മതം. കൂട്ടുകൂടുമ്പോൾ ഒരു CD കാണിച്ചിട്ട് ഇപ്പം നാട്ടിൻപുറത്തേക്ക് സ്ഥിതി പറയാം, വളരെ മോശമായിട്ടാണ് നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാകാം. അമ്മ പെങ്ങന്മാർക്ക് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്ത കൊച്ചു പെൺകുട്ടികൾക്ക് വരെ ഒരു അവസ്ഥയില്ല. അച്ഛന്മാർ വരെ മക്കൾക്ക് മുന്നിൽ അച്ഛന്മാരുടെ മുന്നിൽ വരെ സുരക്ഷിതരല്ല എന്നൊരവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും അവിടെ വരുന്നു. ഇതിന് കാരണം ഒരു ബ്ലൂ ഫിലിമും ഒരു കുപ്പി മദ്യവും ഉണ്ടെങ്കിൽ ആരും ഇത്തരം രാക്ഷസനാകുന്നതാണ്. കാരണം ഞരമ്പുകൾക്ക് തീ പിടിക്കുമ്പോൾ മുന്നിലുള്ളത് ആരാണെന്ന് അവർ മറന്നു പോകുന്നു. ഒരു ബ്ലൂ ഫിലിം ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ സ്വന്തം മകളെ കയറി പിടിക്കാൻ ഒരു തന്തയ്ക്കെങ്കിൽ ഒരു CD കാണിച്ചാൽ മതം മാറുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? അത് താൽക്കാലിക വികാരമാണ്. അങ്ങനെയല്ല മതം. പക്ഷെ ഇത് പറയാൻ അവിടെ ആരുണ്ട്? കണക്ക് പറഞ്ഞ മുഖ്യമന്ത്രിയും ഇല്ല അതിനെ എതിർക്കാൻ. അവിടെ അനധികൃതമായി നടക്കുന്ന മതം മാറ്റ കേന്ദ്രങ്ങൾ എത്രയുണ്ട് സർക്കാർ അന്വേഷിക്കുന്നില്ല, പൂട്ടി സീൽ ചെയ്യുന്നില്ല. അവിടെ നടക്കുന്ന ഓരോ മതം മാറ്റ കേന്ദ്രങ്ങളിലും നടക്കുന്ന കണക്കുകളെ പറ്റി അറിയുന്നില്ല. നേരെ മറിച്ച് ഒരനുഭവം റഷ്യയിൽ നിന്ന് 18 സായിപ്പന്മാർ ഈ സ്വാമിമാരുടെയൊക്കെ വാക്ക് കേട്ടൊക്കെ ഭ്രമിച്ച് വശായി അവർക്ക് കേരളത്തിൽ വന്നവർക്ക് മതം മാറണം. പ്രധാന ഉദ്ദേശം ഗുരുവായൂർ പോണവർക്ക് ഹിന്ദുവായി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഗുരുവായൂർ പോകാൻ പറ്റില്ല. അവർ ആര്യ സമാജത്തിൽ വന്ന് അപ്പം കോഴിക്കോട് ചിലരോട് ചോദിച്ചു, ആര്യ സമാജത്തിൽ പോയാൽ മതി വന്നു. ആര്യ സമാജത്തിൽ ചെന്നു. അതിനെന്താ മതം മാറ്റാമോ? 18 ആളുണ്ട്, 18,000 ഉറുപ്പ്യയുടെ 18,000 ഉറുപ്പ്യ എന്നാൽ അപ്പം മാറ്റാമെന്നാണ്. ഒരാൾക്ക് 1000 ഉറുപ്പ്യ. നാട്ടിലൊരു ധാരണയുണ്ട്, വെള്ളത്തോലായ എല്ലാവരും ബടാ കാശുകാരാന്നാണ്. ഇവരത്ര ബടാ കാശുകാരായിട്ടൊന്നല്ല വന്നിട്ട് 18,000 ഉറുപ്പ്യ കൊടുക്കണം എന്നപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ ആളും വന്നിട്ട് 1000 ഉറുപ്പ്യ ഇവരുണ്ടോ ഈ സാധനം കൊടുക്കാൻ? അവസാനം പറഞ്ഞ് ദമ്പതിമാർക്ക് ഒന്നാക്കാന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടെങ്കിൽ 1. അങ്ങനെ ചിലർക്ക് അത് 500 ഒത്ത് കിട്ടി, ബാക്കിയുള്ളവർക്ക് 1000. എന്നാൽ എന്നിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഇവർ സർക്കാർ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതി കൊടുക്കേണ്ട ഫോമുണ്ട്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക. ഈ ഫോമൊക്കെ എഴുതിയാലാണ് അവിടെ ഒന്ന് പൂരിപ്പിക്കാൻ. ഒരാളെ മതം മാറ്റണമെങ്കിൽ 1000 ഫോം പൂരിപ്പിക്കണം. ഇവിടെ ആരറിയുന്നു? ആരെ മതം മാറ്റുന്നു? എന്ത് ചെയ്യുന്നു? ആരറിയുന്നു? ഇതൊക്കെ ഒരേ വ്യവസ്ഥിതിയുടെ കീഴിലാണ്. എവിടെയൊക്കെയാണ് മതം മാറ്റുന്നതെന്ന് ചോദിച്ചാൽ സർക്കാർ മേപ്പെട്ട് വെക്കും.
ഹൈന്ദവ സംഘടനകൾ ശേഖരിച്ച കണക്കല്ലാതെ അതിനുപരി ഒന്നും സർക്കാരിൻ്റെ കയ്യിലില്ല. മതം മാറ്റ കേന്ദ്രങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നു കൂടുപോലെ. ഹിന്ദുവിന് ക്രിസ്ത്യാനിക്കൊക്കെ ഒരു പണിയില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി വെള്ളം ഒഴിപ്പിച്ച സംഗതിയാണ് പണി കഴിഞ്ഞു. ആരെയും അറിയിക്കണ്ട. ഇപ്പം കേരളത്തിൽ നിന്ന് 2 പട്ടികജാതി സംവരണ സീറ്റുണ്ട് പാർലമെന്റിലേക്ക്. 2 ജയിച്ചു കയറിയത് ക്രിസ്ത്യാനികളാണ്. പട്ടികജാതി സീറ്റാ, കാരണം 2 ആളും സർട്ടിഫിക്കറ്റ് ഹിന്ദു, ജീവിതത്തിൽ ക്രിസ്ത്യാനി, സർട്ടിഫിക്കറ്റ് ഹിന്ദുവാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥ നമ്മുടെ അഭിനയം മൂലം ഉണ്ടായതാണ്, ഒന്നുകൊണ്ടുമില്ല. അവസ്ഥ അറിയാതെ അഭിനയിക്കുന്ന ഹൈന്ദവ സമാജം ഇരന്നു വാങ്ങിയ ഒരവസ്ഥയാണ്. ആചാര്യന്മാരുണ്ട്, എല്ലാം ഉണ്ട് നമ്മെ നയിക്കാൻ. പക്ഷേ നമ്മളിപ്പോഴും മടിക്കുന്നു. പല കാര്യങ്ങളും തുറന്നു പറയും, തുറന്ന് പ്രവർത്തിക്കാൻ മടിക്കുന്നു. അതല്ല ഹിന്ദുവിൻ്റെ പാരമ്പര്യം. അക്രമത്തെയും അനീതിയെയും അധർമ്മത്തെയും എതിർത്ത ഈശ്വരന്മാരെയാണ്. ഒത്തുരാജിയായ ഒറ്റ ഈശ്വരനെയും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും അക്രമത്തെ, അനീതി, അധർമ്മത്തെ എതിർത്തത്. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലെ കേരളത്തിലെ പ്രഗത്ഭനായൊരു പ്രഭാഷകൻ വന്നിട്ട് ഒരു 10-20 വർഷമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ രാമായണം വായിച്ചവരല്ല ഇന്ത്യയിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ. കാരണം രാമായണം വായിച്ചവരാണെങ്കിൽ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയൊന്നും മുറവിളി കൂട്ടില്ല. കാരണം ഇന്ന് രാമൻ തിരിച്ചവതരിച്ചാൽ രാമൻ ആദ്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ ആധാരം ഉണ്ടെങ്കിൽ അത് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കാരണം സ്വന്തം കൊട്ടാരം, അനുജനായ അധികാരം, അനുജനായ ഭരതന് ചെങ്കോലും കിരീടവും കൈമാറി ജഡാവൽക്കലധാരിയായി കാട്ടിപ്പോയ ആളാ ശ്രീരാമചന്ദ്രൻ. കേട്ടവരൊക്കെ കൈയടിച്ചു. എനിക്കും കൈയടിക്കണം തോന്നി, കാരണം നമ്മുടെ ശ്രീരാമചന്ദ്രനെ പറ്റി പുകഴ്ത്തി പറയല്ലേ. പക്ഷെ എനിക്ക് തോന്നി, ഞാനാണോ രാമായണം വായിക്കാത്ത, അദ്ദേഹമാണോ വായിക്കാത്തത്? കാരണം രാമായണത്തിൻ്റെ ആദ്യം ശരിയാണ്, പക്ഷെ രാമായണത്തിൻ്റെ അവസാനം വരെ നോക്കണ്ടേ? ആദ്യം കണ്ടാൽ തീരുമാനിക്കാൻ പറ്റൂ. ഇതേ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയല്ലേ രാവണൻ തട്ടിക്കൊണ്ടുപോണത്? തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇതേ മനോഭാവം കണ്ടു. പാവല്ലേ രാവണൻ, മോഹം തോന്നിയിട്ടല്ലേ കൊണ്ടുപോയിക്കോട്ടെ. ഇതിനൊക്കെ എതിർക്കാൻ പറ്റുമോ? ഒരാൾക്ക് ആഗ്രഹം തോന്നിയാൽ കൊടുക്കാനേ പറ്റുമോ? കൊണ്ടുപോയിക്കോട്ടെ. ഇനി സീതയെ കൊണ്ട് പോരാന്നുണ്ടെങ്കിൽ ഇനിയുണ്ട് കൊട്ടാരത്തിൽ. ഊർമിളയുണ്ട്, ശ്രുതകീർത്തിയുണ്ട്, മാണ്ഡവിയുണ്ട്, രാജമാതാക്കൾ മോശമൊന്നുമല്ല. കൊണ്ടുപോയിക്കോട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ നടന്നു വന്നിട്ടല്ലോ രാമ. അങ്ങനെ ഒരു രാമനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എൻ്റെ കൈ അടിക്കുമായിരുന്നു കൂടെ. പക്ഷെ ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു രാമനെ. അവിടെ ഇത് അനുജന് കൈമാറിയത് പോലെയല്ല. അവിടെ ജഡാവൽക്കലധാരിയായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ സർവസംഘ പരിത്യാഗിയായി ആയിരിക്കാം സന്യാസ ജീവിതം. പക്ഷെ അതല്ല ഇവിടെ നടന്നത്. രാമസേനയുണ്ടാക്കി രാമബാണം കൊണ്ട് 10 തലയും എഴുതിട്ട് സീതാദേവിയെ കൊണ്ടുപോകുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പം ഇവിടെ പല ഈശ്വരന്മാരെയും തെറ്റിദ്ധരിപ്പിച്ച് പല ധർമ്മങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച് അഹിംസ ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടു. ഈ അഹിംസയുടെ ചാക്കൊക്കെ നമ്മുടെ തലയിൽ മാത്രമാണ്. ആരുള്ളവർക്കൊന്നും അഹിംസയുടെ ഒരു ബാധ്യതയില്ല. എല്ലാ മതേതരത്വം ചുമക്കേണ്ടവർ നമ്മൾ, സോഷ്യലിസം ചുമക്കേണ്ടവർ നമ്മൾ. എന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കും. എന്തൊരു ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താ? ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ആരോടെ പറഞ്ഞു, കാസർഗോഡ് ഞാനൊരു മതേതര സംഗമത്തിൽ, ഒരു ക്ഷേത്രത്തിൽ പങ്കെടുത്തു. ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു, മനോരമയുടെ പള്ളി വിഭാഗക്കാരൻ്റെ ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു, ഒരു മറ്റേ ഇസ്ലാം മൗലവി ഉണ്ടായിരുന്നു. എനിക്ക് അവസാനം ഹിന്ദു ആയതുകൊണ്ട് അവസാനം ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉണ്ട്. പള്ളിയിലച്ഛനങ്ങോട്ടും പോയി ഗീത ചൊല്ലി, വേദം ചൊല്ലി, ഹിന്ദുത്വത്തെ പോലെ സർവാശ്രേഷ്ഠിയായ സർവം എന്താണ്ടൊക്കെ പറഞ്ഞ് എല്ലാമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ പുകഴ്ത്തിയിട്ട് നിൽക്കണില്ല ഹിന്ദു മതത്തെ പറ്റിയിട്ട്. മൗലവി പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ 2 മതത്തെയും ഞാൻ പുകഴ്ത്താൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എൻ്റെ സംശയം അതൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ 2 പേരും ഹിന്ദു മതത്തിൻ്റെ ഒരുപാട് നന്മകൾ പറഞ്ഞു. നാളെ രാവിലെ നിങ്ങളെ സമീപിച്ച ഒരാൾ മതം മാറണമെന്ന് വന്നാൽ നിങ്ങൾ ഈ നന്മയൊക്കെ ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തിനാ പോരണേ? നിങ്ങളുടെ മതം സർവാശ്രേഷ്ഠ, അവിടെയാണ് മതേതരത്വമുള്ളത്. എൻ്റെ അടുത്തൊരു മുസ്ലിം വന്നാൽ ഞാൻ മുസ്ലിമിൻ്റെ ഗുണങ്ങൾ, ഹിന്ദു ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്തിനാ പോരണം? നിങ്ങൾക്ക് അവിടെ ഇന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ആളെ കൂട്ടലല്ല ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ സ്റ്റേജിന്മേൽ കയറി കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ മതേതരത്വം നടപ്പിലാകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് അവിടെ നിന്ന് പറയേണ്ടി വന്നു. സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല. പരസ്പരം ചൊറിഞ്ഞ് നീയൻ പൃഷ്ഠം ചൊറിഞ്ഞിട് ഞാൻ പൃഷ്ഠം ചൊറിഞ്ഞിടാം എന്ന അവസ്ഥയിൽ പരസ്പരം ചൊറിഞ്ഞ് സുഖിപ്പിച്ച് പോകാനുള്ളതാണ് ഇത്തരം വേദികൾ. പക്ഷേ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. കാരണം ഇന്നലെ പറഞ്ഞ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കാണുന്നു, ഒരുപാട് ജീവിത അനുഭവങ്ങൾ. ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ പല വേഷങ്ങൾ, പല വേദനകൾ ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. അവിടെയാണ് ഞങ്ങൾക്കിങ്ങനെ നീയൻ പൃഷ്ഠം ചൊറിഞ്ഞിട് ഞാൻ പലരുടെയും പൃഷ്ഠം ചൊറിഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത്. ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. അവിടെ അവസരങ്ങൾ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പൊയ്ക്കോട്ടെ, അത് വിഷയമാക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ ധർമ്മത്തിന് വേണ്ടി നിന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളെ സ്വീകരിക്കും.
രാഷ്ട്രീയത്തിന് അങ്ങനെയൊന്നുമില്ല. 10 വോട്ട് അവിടെ കിട്ടണം, അവിടേക്ക് അവർ അപ്പാ സ്വാമി എന്ന് പറഞ്ഞു. നമ്മളായിട്ട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടാവാൻ ഒരു വഴിയില്ല. ഹിന്ദുക്കളോടായിട്ട് വൈരാഗ്യം ഉണ്ടാക്കാൻ ഒരു വഴിയില്ല. അപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ടാണ് നമ്മളോട് വൈരാഗ്യം ഉണ്ടാവുന്നത്. നാളെ നമ്മളെ തേടിയും വരും.